നമ്മൾ ഓണക്കവിതകളുടെ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മനോഹരമായ കവിതയുമായി എത്തുന്നു ഹരിപ്രിയ. വേനലിന്റെ കവിയാണ് വൈലോപ്പിള്ളി. ഓണവെയിലും പൂവിളിയും നിറഞ്ഞ കേരളത്തിന്റെ വസന്തകാലത്തെ വരച്ചു കാട്ടുകയാണ് ഓണമുറ്റത്ത് എന്ന കവിതയിലൂടെ ഇദ്ദേഹം. മലപ്പുറത്തു നിന്നെത്തുന്ന ഹരിപ്രിയ മാമ്പഴത്തിൽ ആലപിക്കുന്നത് ഈ കവിതയാണ്. ആരുടെ കവിതയാണെന്ന് ചൊല്ലുന്നത്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ. നമുക്ക് ആസ്വദിക്കാം ആ മനോഹരമായ കവിത. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാരവികാരം, മഞ്ഞാലിറനുടുത്തൊരു പാവനഭാവം. നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോടു പരുങ്ങി ഒരുങ്ങിടും ഓണക്കോടിയുടുത്തൊരു ശശി. പനിനീരാൽ കഴുകിക്കൂ കാലുകൾ, മണിപീഠത്തിലിരുത്തു മന്നൻ. പൊരുളിൻ മുത്തുകൾ ഉതിരും പെരിയൊരു പുലവൻ ഞാൻ. എൻ കൈയിലിരിക്കും വീണ പെൺകൊടി കലയുടെ സഖിയാം കന്നിപ്പൈങ്കിളി. കാലത്തിൻ്റെ കുടത്തിൽ കൊട്ടി കൂടി പാടുവതോമൽ കൈരളി, കൂടി പാടുവതോമൽ കൈരളി. സ്മിതമൊടു നാനാ തുറകളിൽ മുന്തിയ ശുദ്ധോദാരാത്മാക്കളെ മൂവടിയിടമേ കെഞ്ചിയിരന്ന് അതു നൽകുകയാലേ മുതിരും കാല മൂർധാവിങ്കലമർത്തി ജീവിത പാതാളത്തിൽ അണച്ചതുമില്ല. പാടട്ടെ ഞാൻ ഞാനൊരു പഴവനിരിക്കില്ലന്നേക്ക്, എങ്കിലും എന്നെ അടക്കിയ മണ്ണിൻ മാറിൽ ഓരോമൽ പൊൻപൂവുണ്ടാവും. പൂന്തേനുണ്ണാൻ ഒരു മണിവണ്ടും ആ മലർന്നുള്ളി പുതിയൊരു തലമുറ അങ്ങേ പൂക്കളമണിയിച്ചേക്കാം. ആ മധുവുണ്ടൊരു മണിവണ്ടിവിടെ ചിറകിൻ വീണയിൽ മീട്ടിപ്പാടാം. ഞാനിന്നിവിടെ പാടും പോലെ, ഞാനിന്നിവിടെ പാടും പോലെ. അതിമനോഹരമായി തന്നെ ചൊല്ലി. നമുക്ക് വിധികർത്താക്കളോട് ചോദിക്കാം എന്താണ് പറയാനുള്ളതെന്ന്. ശ്രീ ജയകുമാർ സർ. ഹരിപ്രിയ തിരഞ്ഞെടുത്ത ഈ കവിത ആവിഷ്കരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കവിതയായിട്ടാണ് എനിക്ക് തോന്നിയത്.
കാരണം അതിൻ്റെ ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു താള പദ്ധതി. അത് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനും സാധിക്കില്ല. ഹരിപ്രിയ അത് ശ്രമകരമായിട്ടുള്ള ആ ഒരു ദൗത്യം വളരെ ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ ഓണത്തെ പറ്റിയുള്ള ഈ കവിതകളിൽ എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് ഈ ഓണമുറ്റത്ത് എന്നുള്ളത്. എന്താണ് ഓണം എന്നുള്ളതിൻ്റെ ഒരു പുതിയ നിർവചനം, അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച ധൈര്യം, തീർച്ചയായിട്ടും ധൈര്യവും സാഹസവും, ആ ധൈര്യത്തിന് അഭിനന്ദിക്കുന്നു. ആ ശ്രമകരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്ത് തീർച്ചയായിട്ടും പരാജയപ്പെട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കും. നന്ദി സർ. ആലങ്കോട് സർ. ഹരിപ്രിയ, ഗംഭീരമായി. ജയകുമാർ സാർ പറഞ്ഞ അക്ഷരാർത്ഥം ശരിയാണ്. കയറാൻ ബുദ്ധിമുട്ടുള്ളൊരു മല കയറുമ്പോഴാണ് നമുക്ക് കയറി എന്നൊരു തോന്നലുണ്ടാവുക. ആ കവിതയുടെ നാനാർത്ഥങ്ങളും അതിൻ്റെ ചുഴികളും മലരുകളും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഭംഗിയായി ഹരിപ്രിയ ആലപിച്ചു. അഭിനന്ദനം. രമേ ചേച്ചി. ഹായ് ഹരിപ്രിയ. എനിക്ക് ഹരിപ്രിയയുടെ ഈ കാവ്യാലാപനം കേട്ടപ്പോൾ എനിക്ക് എല്ലാവരും ഇതിനുള്ള കണ്ടസ്റ്റൻസൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു, മെച്ചുവേർഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ക്ലീൻ ആൻഡ് മെച്ചുവേർഡ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ല, എനിക്കിങ്ങനെ ഒരു ഭയങ്കര ക്ലാസ് ആയിട്ട് തോന്നി. ഈ ഒരു മെച്യൂരിറ്റിയും ഈ ഒരു ക്ലാസും എപ്പോഴും നിലനിർത്താൻ പറ്റട്ടെ ഹരിപ്രിയയ്ക്ക്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വളരെ നല്ല അഭിപ്രായങ്ങളാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ജയകുമാർ സർ. ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന മാർക്ക് 40. ആലങ്കോട് സർ. 41. 100-ൽ 81 മാർക്സാണ് ഹരിപ്രിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഈ റൗണ്ടിൽ.